ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കളർഫുള്ളായി അമ്പലം. ഒരു കല്യാണം പെണ്ണും ചക്കനും വന്നിട്ടുണ്ട്. അവിടെ പോയവര് അതേ തൊഴുന്നു. ഒരു ഫ്രഷ് കല്യാണം കഴിഞ്ഞ പാട് വന്നത്. ഹായ്, ചെക്കൻ്റെ മൊത്തം സന്തോഷം നോക്ക്. ഗൈസന്റെ കോലം നോക്ക്. മഴ ഒരു തുള്ളി കുറഞ്ഞിട്ട, കൂടി അതല്ലാണ്ട് ഒരു തുള്ളി കുറഞ്ഞിട്ട. ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2 ഇൻ മലേഷ്യ. അപ്പോൾ ഇന്നും കൂടിയേ ഉള്ളൂ നമ്മൾ മലേഷ്യയിൽ. നാളെ നമ്മൾ തിരിച്ചു പോവാണ്. അയ്യോടെ എന്താ സൗണ്ട് പുറത്തിറക്കട്ടെ. ഇന്നും കൂടിയേ ഉള്ളൂ മലേഷ്യയിൽ. നാളെ നമ്മൾ തിരിച്ചു പോവും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് തേൻ ഹൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്. അവിടെ പോയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ ഒന്നും പ്ലാൻ ചെയ്തിട്ട് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയും. അതുപോലെ ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് തീരുമാനിക്കും ഇനി എങ്ങോട്ട് പോകണം. നേരത്തെ പറഞ്ഞത് ഇത് ബുദ്ധിസ്റ്റ് ടെമ്പിളാന്നല്ല, ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇത് ചൈനീസ് അമ്പലമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ദൈവം എന്ന് പറയുന്നത് കടൽ ദേവതയായ മാസു ആണ്. ഈ കാണുന്നതാണ് മാസു. ഈ ദേവതയുടെ അമ്പലമാണിത്. അപ്പൊ ഇതിന് കാണുകയാണെങ്കിൽ എത്രയാണെങ്കിൽ 6 നിലയുണ്ട്. അപ്പൊ നമുക്ക് ഈ 6 നിലയുടെ അകത്തേക്ക് കയറാം. കം ഓൺ ഗൈസ്. എന്തിന്റെയോ ഷൂട്ട് നടക്കുന്നത്. കാണിക്ക്. കഴിഞ്ഞു. ഇന്ന് പുലിക്കളിയാണ്. ഹൈ, തവള, ലോട്ട്സ് ഓഫ് തവള. പോകുന്നതാണ് ഡയറക്ടർ എന്ന് തോന്നുന്നു. പക്ഷെ അയാളെക്കാളും ആവേശം ഈ പുലിയുടെ ഡ്രസ്സ് ഇട്ടാക്കാം. ഓക്കെ, രണ്ടാമത്തെ ടേക്കാന്ന് തോന്നുന്നു. നമ്മൾ ഫ്രെയിമിലാണോ? ഇവിടെ രാജാവുണ്ട്, കുറെ തവളകളുണ്ട്. എന്താണാവോ ഇവരെ സ്ക്രിപ്റ്റ്? എന്തൊരു കഷ്ടപ്പാടാ. ഫ്രെയിം ആൾക്കാരെ മാറ്റം വിളിക്കുന്നത് ഒരു ബസ്സിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറും വെക്കൊന്നുമില്ല. ചേട്ടാ വേഗം, ലൈറ്റ് പോവും. കണ്ട ഇത് നോക്കുക. ഇത് അസിസ്റ്റന്റ് ഡയറക്ടറിനെ പിടിച്ചിട്ട് ആക്ട് ചെയ്യാൻ ഇട്ടാന്ന് തോന്നുന്നു. ഒറിജിനൽ ഡയറക്ടറിനെക്കാളും ആവേശം ഇങ്ങേർക്കാം. ഒരു ബസ്. ഇത് തവളയല്ല, ക്രൊക്കോഡൈലാ. മുതലയാ അല്ലേ? മുതലല്ലേ? മുതല എനിക്കൊന്നും മുതലയാന്ന്. തവള ഏതെങ്കിലും തവളയുടെ കൈ ഇങ്ങനെ ഉണ്ടാവല്. എന്നിട്ടിങ്ങനെ എന്തൊരു അയ്യോ രക്ഷിക്കണേ. ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. ഇനി ഉള്ളിലത്തെ കാര്യങ്ങൾ കാണാം. അമ്മേ, ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ എന്തൊരു കഷ്ടപ്പാട്. ഞങ്ങളിപ്പോ അമ്പലത്തിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കളർഫുള്ളായി അമ്പലം. എന്തൊരു വെയില. നല്ല കളർഫുൾ അമ്പലമാണ്. കുറെ റെഡ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചൈന ടൗണിൽ കണ്ട ആ സാധനമില്ലേ, ലൈറ്റ് ലാൻറ്റേൺസ്, അത് ഇവിടെ മുകളിൽ കുറേ തൂക്കിയിട്ടുണ്ട്.
എനിക്കൊന്ന് നൈറ്റ് പക്ഷെ 8 മണി വരെ ഉണ്ട്. വൈകുന്നേരമെല്ലാം നല്ല രസമുണ്ടാവും ഇതെല്ലാം കത്തിച്ചിട്ട്. അപ്പം ഞാൻ അകത്തേക്ക് പോവാണ്. വീഡിയോ എടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ എടുക്കാം. ആണ് മക്കളെ, പൊളി, ഒരേ പൊളി. നല്ല രസമുണ്ട്. ഇഷ്ടായി. ഒരു കല്യാണം പെണ്ണും ചക്കനും വന്നിട്ടുണ്ട്. അവിടെ പോയവര് അതേ തൊഴുന്നു. ഒരു ഫ്രഷ് കല്യാണം കഴിഞ്ഞ പാട് വന്നേന്ന്. ഹായ്, ചെക്കൻ്റെ മൊത്തം സന്തോഷം നോക്കും. നല്ല ക്യൂട്ട് പെണ്ണല്ലേ. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. അവരും ഫ്രണ്ട്സും നമ്മളെ പോലെ കുറെ കുടുംബക്കാരും ഇതൊന്നുമില്ല, കുറെ ഫ്രണ്ട്സാണ്. അതെ, കുറച്ച് ഫ്രണ്ട്സും കല്യാണ പെണ്ണും ചെക്കനും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടുകാരെല്ലാം ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇവരുടെ ഫോട്ടോഷൂട്ടിന് വന്നതോന്നും അറിയില്ല. പക്ഷെ എല്ലാം തോന്നുന്നു പ്രാർത്ഥിക്കാനായിട്ട് തന്നെ വന്നതാന്ന് തോന്നുന്നു. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് ആരാണെങ്കിലും. ഇപ്പം നമുക്കിനി അകത്ത് കയറണം. ഞങ്ങളുടെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അകത്ത് കയറും. മൈക്ക് എടുക്കാൻ നിന്ന കപ്പിളിനെ കാണാണ്ടാവും. അതെ, വേറൊരു കപ്പിളും കൂടി വന്നിട്ടുണ്ട്. ഇന്ന് നല്ല മുഹൂർത്തമാണ് തൂത്ത്. 2-3 കപ്പിൾസ് ഉണ്ട്. ഇവിടെ പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലാത്തയാണോ ഇനി എല്ലാവരും ഡ്രസ്സിങ് ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല. അതെ, ഇവനാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ക്യാൻഡിഡ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതായത് അച്ഛനാണോ പെണ്ണിൻ്റെ? പൂ ആടെ കൊടുത്തു. ഒക്കെ ആടെ കൊടുത്തിട്ട് അതായത് വേറെ ആരോ. പക്ഷെ എത്ര എണ്ണമാണ് ഞാൻ പറഞ്ഞില്ല. ഇന്നെന്തോ ഇവിടെ മുഹൂർത്തം ഉണ്ടെന്ന് തോന്നുന്നു. അതാ എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട് കല്യാണത്തിന്. നൈസ്. പെണ്ണും പെണ്ണിൻ്റെ ആങ്ങളെയാണെന്ന് തോന്നുന്നു. അതിന് ചെക്കൻ സിമ്പിൾ ഡ്രസ്സിൽ വന്നതാണോ അറിയില്ല. ഇതേ അപ്പുറത്തൊന്ന് 4ാമത്തെ കപ്പിള്. എടോ, ആ പെണ്ണ് നല്ല രസമുണ്ട് അല്ലേ. ഇതുവരെ കണ്ടതിൽ എനിക്ക് ആ പെണ്ണിനെ ഏറ്റവും ഇഷ്ടമായ. ബാക്കിയുള്ളൊരു മോശമൊന്നുമല്ല, നമുക്കൊരു ഫേവറേറ്റ്സ് ഉണ്ടാവുമല്ലോ അവിടെ. ഇനി ഇടാൻ നിന്ന ഇനിയും കപ്പിൾസിനെ കാണാൻ പറ്റുമോ തോന്നുന്നു. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ അല്ലേ. നമുക്ക് അകത്ത് കയറാം അല്ലേ. ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വിഷ് ചെയ്യുക, എന്നിട്ട് ഇടുക. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ആ നമ്പർ എടുത്തിട്ട്, ആ നമ്പർ ഇതിലുണ്ടാവില്ല, ആ നമ്പറിലുള്ള സാധനം ഇവിടെ താഴെ നിന്ന് നമ്മൾ എടുക്കണം. 34. Oh my God. Okay, I should put it back? I don't know about that. No, I'll tell you what he explained. ഇതാണ് എനിക്ക് വന്നത്. ഇതെന്താന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഫസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. പ്രോമിസിങ് പ്രോസ്പെക്ട്സ് എഹെഡ് എന്നുവെച്ചാൽ നല്ലൊരു ഭാവി വരുന്നുണ്ട്. പക്ഷെ എന്താ, ലൈക്ക് ദ ഓർക്കിഡ് വിച്ച് ടേക്സ് ടൈം ടു ബ്ലോസം ഇൻ ദ ഫുൾ, യു ടു നീഡ് ടു എക്സസൈസ് എൻഡ്യൂറൻസ് ടു റീപ്പ് ദ റിസൾട്ട്. എൻഡ്യൂറൻസ് വേണം, എന്നാലും റിസൾട്ട് കിട്ടും. ഓർക്കിഡ് പൂക്കാൻ സമയം എടുക്കൂലേ, അതുപോലെ കറക്റ്റ് സമയം എടുക്കും. പക്ഷെ നല്ലൊരു പ്രോമിസിങ് പ്രോസ്പെക്ട്സ് ആണ് എഹെഡ് ഉള്ളത്. പിന്നെ ഫിനാൻഷ്യൽ പെർസ്യൂട്ട്, ദ ഡയറക്ഷൻ ഓഫ് സൗത്ത് പോയിന്റ്സ് ദ വേ ഫോർ റിസൾട്ട്. അതെന്താ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് പോട്ടെ. ഓണർ ആൻഡ് മെറിറ്റ് ഇനീഷ്യലി അൺസാറ്റിസ്ഫാക്ടറി. അപ്പോൾ പ്രൊമോഷൻ അല്ല, എന്താ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാവുന്നില്ല. മാട്രിമോണി അതാണ് മെയിൻ. ഫുൾ ഓഫ് ഒബ്സ്ട്രക്കിൾ ഇൻ ദ വേ. അതെ, ഫുൾ ഓഫ് ഒബ്സ്ട്രക്കിൾ ആണ് ഗൈസ്, ഫുൾ ഓഫ് ഒബ്സ്ട്രക്കിൾ. ജോബ് ഹണ്ടിങ് ഫോർ ദ ടൈം ബീങ് ഫാർ ഫ്രം ഐഡിയൽ. എന്ന് വെച്ചാൽ ഇനി ജോബ് സ്വിച്ച് ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. മേരിയും എന്താ പേര് മാസു, അതാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ദേവി പറഞ്ഞത് കേൾക്കുകയാണ്. ഓ, ബൊക്കെ അറിയോ ഇപ്പോൾ? ഇതെന്താ സർട്ടിഫിക്കറ്റ് കിട്ടിയോ? എന്തുകൊണ്ടാണോ എന്തോ. എടാ, അപ്പുറത്തെ രജിസ്റ്റർ മാരേജ് ആണെന്ന് തോന്നിട്ട് ആരും ഇല്ല. ഇവിടെ പിന്നെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിലുള്ളതാണ്. കൂട്ടിൽ കുറേ പക്ഷികൾ ഇങ്ങനെ വെച്ചിട്ട്, ഏതത് കുഞ്ഞു മൈനയാ, വല്ല മൈനയാന്ന് തോന്നുന്നില്ല, ഏതോ ഒരു പക്ഷി.
പ്രാവാണ്, പ്രാവും കുഞ്ഞാന്നോ ഒരു മൈന കുഞ്ഞാന്നോ എന്തോ ഒരു പക്ഷി. നമ്മളെ വണ്ടി വന്നോ? ആ വണ്ടി വന്നു കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത്, ആ പക്ഷിക്കൂട് വാങ്ങിയിട്ട് പിന്നെ എന്തെല്ലോ പ്രാർത്ഥിച്ചിട്ട് പക്ഷീനെ ഫ്രീ ആയിട്ട് വിടും. അത് ഇവിടുത്തെ ഇതെന്തെന്നാ വഴിപാട് പോലെയാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെ ഗ്രാമപ്പൂപ്പനെത്തി. ഞാൻ പോട്ടെ. ആള് തൊണ്ടനാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് അപ്പൂപ്പനാണ്. അപ്പം ശരി, ഞാൻ ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും നല്ല സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഹലോ ഗൈസ്, ഞാനിതാ ഫുൾ ജിഗായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയത്, ഷോപ്പിങ്ങിന് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളെ സെൻട്രൽ മാർക്കറ്റിൽ പോയിട്ട് നാട്ടിലേക്ക് വാങ്ങാൻ ഓഫീസിലും വീട്ടിലെല്ലാം കൊടുക്കാനുള്ള കുറച്ച് സ്വീറ്റ്സ് എല്ലാം മേടിച്ചിട്ട് നേരെ റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു. എന്നിട്ട് പാക്ക് ചെയ്തു, ഒരു 3/4 ഭാഗം പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ടിൻ ടവർ ഇപ്പം നല്ല ലൈറ്റൊക്കെ കത്തി അടിപൊളിയായിട്ടുണ്ടാവും, ഇതുപോലെ ജിൽജിലായിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണം. പിന്നെ ആ ഫൗണ്ടെയിൻ കാണണം. ഞാൻ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത് ആ ഫൗണ്ടെയിൻ എന്ന് കുറേ ആയി പറയുന്നത്. അപ്പം അതൊന്ന് കാണാൻ പറ്റുമോ നോക്കണം. അങ്ങനെ കുറച്ച് കലാപരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങിക്കെട്ടിയിരിക്കുന്നത്. എല്ലാം നടക്കുമെന്ന് വിചാരിക്കും. ഫോട്ടോസൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ബ്ലാക്ക് ഇട്ട് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അയ്യോ, പണി പാളുവോന്നൊരു ഡൗട്ട് ഗൈസ്. വളരെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അതെങ്ങാനും കൂടിയാ ഞാൻ ഈ ഒരുങ്ങിയതൊക്കെ വേസ്റ്റ് ആവും. ഞാൻ ഇന്നലെ ഉണ്ട് പറയും നമുക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാം. അപ്പൊ ഓരോ കാര്യമായിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഇന്ന് രാത്രിയും കൂടി ഉണ്ടല്ലോ, ഇന്ന് ചെയ്യാം. ഞാൻ എന്നെല്ലാം എന്തെങ്കിലും കാര്യം ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെച്ചോ, അന്നെല്ലാം അത് കോളായിട്ടുണ്ട്. മെട്രോ അന്നെല്ലാം അത് കോളായിട്ടുണ്ട്. ഇന്ന് ഞാൻ മഴ നനഞ്ഞിട്ടാണെങ്കിലും ഫോട്ടോ എടുക്കും. ചിരിക്കണ്ട, എന്തായാലും എടുക്കും. അല്ല പിന്നെ അങ്ങനെ ഈശ്വര മിന്നലൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് മഴ പെയ്യും. അതെ, മഴ വരുന്നതിന് മുമ്പേ നമുക്കൊന്ന് പോയാലോ? നാട് ലൈറ്റ് ഇട്ടിട്ടുണ്ടോന്ന് ദൈവത്തിന് അറിയുക. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിൽ ആ ലൈറ്റ് വരുന്ന മഴ പോകുന്നവരെ നമ്മൾ അതൊന്ന് ലൈറ്റ് വരുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞു റൂമിലേക്ക് തിരിച്ചു വരാം. എന്നാലും പാക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ, വന്നിട്ട് വലിയ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മലേഷ്യയിൽ വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോൾ വരരുത്, നവംബറിൽ വരരുത്. നിങ്ങളിവിടെ മഴ കൊണ്ട് ആകെ കഷ്ടപ്പെടും. ഇപ്പം ഏറ്റവും ബെസ്റ്റ് ടൈം എപ്പോഴാന്ന് വെച്ചാൽ, എപ്പോഴായിരുന്നു? ഗൂഗിളിൽ കാണിക്കുന്ന December to April. നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. പക്ഷെ അത് ചില ഇതിൽ പറയുന്നുണ്ട് March to September വരാം. എനിക്ക് തോന്നുന്നത് നവംബറിൽ മഴയുണ്ട്. അത് ഞങ്ങൾ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ പറയുന്നത്, അത് നവംബറിൽ മഴയുണ്ട്. പക്ഷെ ഇതിൽ കാണിക്കുന്നുണ്ട് April to September മഴയാണ്. അങ്ങനെ ഗൂഗിള് പലതും പറയുന്നുണ്ട്. ഞങ്ങൾ അനുഭവത്തിൽ പറയാണ് നവംബറിൽ മഴയുണ്ട്, നിങ്ങൾ വരരുത്. ഇനിയിപ്പോ ഗ്ലോബൽ വാർമിങ്ങും മറ്റേ പണ്ടാരെല്ലാം ആയിട്ട് അടുത്ത കൊല്ലം മുതൽ നവംബർ മഴയിലേക്ക് ഞങ്ങളത് പറയരുത്. എല്ലാം വിധിയുടെ വിളയാട്ടം. എല്ലാവരും ഗ്ലോബൽ വാർമിംഗ് ആണല്ലോ. അതുകൊണ്ട് ഇക്കൊല്ലം എന്തായാലും നവംബറിൽ മഴ ഉണ്ടായിന്. ഇനി അടുത്ത കൊല്ലം ഒരു വെറൈറ്റിക്ക് ഒക്ടോബറിലേ മഴ പെയ്യാൻ തുടങ്ങുമെന്നോ, എന്ത് ഇവിടുത്തെ അവസ്ഥ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ കഥ. നമ്മള് ട്രാഫിക് പെട്ടിരിക്കുകയാണ്. ഇനി എത്തുമ്പോ എത്ര മണിയാവും എന്നറിയില്ല. മഴ കുറച്ച് കൂടിയ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മോൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, സൂര്യ KLCC എന്ന മോളിന്റെ പേര്. ഞങ്ങളിപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അപ്പോൾ കുറച്ച് മഴ തോരുന്നവരെ ലക്ഷൂറിയസ് മോളിലേക്കൊന്ന് കയറി കുറച്ച് ലക്ഷറി കണ്ട് ആസ്വദിക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഒന്ന് വാങ്ങാനുള്ള ത്രാണി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് കണ്ടിട്ട് കണ്ണിന് കുളിർമ എഴുതുക എന്ന് വിചാരിച്ചു. അപ്പൊ ഇനി അകത്തേക്ക് പോവാം അല്ല അച്ചു? നേരത്തെ ഫുള്ള് വെള്ളമായിട്ടുണ്ട് കളർ. ഓക്കെ, അപ്പൊ ഞാനും സ്ട്രാച്ചും കൂടി അകത്തേക്ക് പോവാണ്.
ഗൈസ് എന്റെ കോലം നോക്ക്, മഴ ഒരു തുള്ളി കുറഞ്ഞിട്ട, കൂടി അതല്ലാണ്ട് ഒരു തുള്ളി കുറഞ്ഞിട്ട. അപ്പൊ ഞങ്ങൾ 1 മണിക്കൂർ കാത്തു നിന്നേ, 1 മണിക്കൂർ കുറയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നത്. അവിടെ കുറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരുങ്ങി കെട്ടി വന്നല്ലേ, നമ്മൾ എന്തായാലും ഫോട്ടോ എടുത്തിട്ടേ പോകുന്നില്ല. മഴയെ തന്നെ ഇറങ്ങിയിട്ട് ഒരു സ്പോട്ട് ഉണ്ട്, ആ സ്പോട്ടിൽ എല്ലാവരും ആടുന്ന് എടുക്കില്ല, അവിടെ പോയിട്ട് എടുത്തു. പക്ഷെ നമുക്ക് ആ ഒരു ആംഗിളൊക്കെ നോക്കി വൃത്തിക്ക് എടുക്കാൻ പറ്റിയിട്ട്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ നോക്കാനും പോകാനും ഒന്നിനും സമയം കിട്ടിയിട്ട്. അമ്മാതിരി മഴ ഇത് എന്റെ കോലം നോക്കി, ഞാൻ ലിറ്ററിൽ ഇങ്ങനെ പിഴിഞ്ഞ വെള്ളം വരും ആ അവസ്ഥയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ഫോട്ടോയിൽ ഞാൻ വിചാരിച്ച എന്റെ ഇത് കുറച്ച് ജിൽജൽ ഡ്രസ്സാണല്ലോ, അപ്പൊ ഈ ജിൽജൽ ഡ്രസ്സിന്റെ കൂടെ ഞാനിങ്ങനെ തിളങ്ങുന്നു, ബാക്കിൽ ട്വിൻ ടവർ ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ കത്തി നിൽക്കുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു ഫോട്ടോസിൽ ഒന്നും കൂടി നോക്കണം. നമുക്ക് ആടുന്ന് നോക്കാനും കഴിഞ്ഞിട്ടോ, മഴ പെയ്യുന്നോണ്ട് എടുത്ത ഫോട്ടോസ് ഞാൻ നോക്കിയിട്ടും കൂടിയില്ല. ഇവിടെ വന്നപാട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചേ നിങ്ങളോട് പറയുക ചെയ്ത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാണ്, നവംബറിൽ വരരുത് മക്കളെ, നമ്മള് കണിഞ്ഞു പോകും. ഇനിയിപ്പോ റൂമിലേക്ക് എങ്ങനെ പോകുന്നത്, ഇവിടെ ഫുൾ ട്രാഫിക്കാ. ഇനിയൊരു ഗ്രാബ് ബുക്ക് ചെയ്യണോ, മെട്രോ സ്റ്റേഷനിൽ കയറണോ, ഒരു പിടുത്തവും ഇല്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് ഉണക്കിയെടുക്കണമെങ്കിൽ പനിയാൻ പറ്റുമ്പോ എനിക്ക് വയ്യ സിക്ക് ലീവ് എടുക്കാൻ. അപ്പൊ എന്തെങ്കിലും ആട്ടോ, നമുക്ക് 2-3 ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ മലേഷ്യൻ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ റൂമിൽ പോകുന്നു, ഫുഡ് ഓർഡർ ചെയ്യാന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ അല്ലേ, പോയി കഴിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഓർഡർ ചെയ്തിട്ട് റൂമിൽ നിന്ന് കഴിക്കാന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഓൾറെഡി കുറച്ച് പാക്ക് ചെയ്തു, ഇനി നമ്മളെ അൽച്ചിൽ സാധനങ്ങൾ കൂടി പാക്ക് ചെയ്യണം. അതും പാക്ക് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നാളെ രാവിലെ പോകണം. ഞങ്ങൾക്ക് 6:30 എത്തണം. 6:30 9:15 ഫ്ലൈറ്റ്. ഒരു 6:15 നമ്മളെങ്കിലും എത്തണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എണീക്കെല്ലാം വേണം. അതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ല. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം അറിയിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മലേഷ്യക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മലേഷ്യയിൽ എന്തെങ്കിലും മുന്നേ പോയ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ എല്ലാം നിങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയും ബാംഗ്ലൂർ വിശേഷങ്ങളായിരിക്കും കൂടുതൽ ഞാൻ വീഡിയോസിൽ ഇടുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.